നമ്മൾ എന്ത് ചെയ്താലും കുറ്റം പറയുന്ന കുറേ വ്യക്തികളുടെ ഇടയിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നുണ്ടെങ്കിൽ ഹസ്ബൻഡ് ആവാം, വൈഫാവാം, അതല്ലെങ്കിൽ മദറിലോ ആവാം, ഫാദറിലോ ആവാം, സുഹൃത്തുക്കളാവാം, ഫാമിലി മെമ്പേഴ്സ് ആവാം, അയൽക്കാരാവാം, ആരുമാവാം. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം തെറ്റുകുറ്റങ്ങൾ കണ്ടുപിടിച്ചിട്ട് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇത് നമ്മളെ ഹേർട്ട് ചെയ്യുന്ന രീതിയിലേക്ക് എത്തിക്കഴിയുമ്പോൾ, നമ്മളുടെ മനസ്സിനെ ഹേർട്ട് ചെയ്യുന്ന രീതിയിലേക്ക് അത് എത്തിക്കഴിയുമ്പോൾ നമുക്ക് അനാവശ്യമായിട്ടുള്ള തോട്ട്സ് അല്ലെങ്കിൽ അവർ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചുള്ള തോട്ട്സ് നമ്മൾ വന്നുകൊണ്ടേയിരിക്കും. നമ്മളെ ഉറക്കം തന്നെ അത് നഷ്ടപ്പെടുത്തും. പിറ്റേ ദിവസം നമ്മൾ ഉണരുന്നത് തന്നെ ഒരു എനർജി ഡൗണോട് കൂടിയാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളെ ഇങ്ങനെ നമ്മുടെ ഉള്ളിൽ തന്നെ അത് നമ്മളെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടേയിരിക്കും. സോ ഇങ്ങനെ ഒരു വ്യക്തി നമ്മളോട് നമ്മളെ നിരുത്സാഹപ്പെടുത്തുന്ന തരത്തിൽ അല്ലെങ്കിൽ നമ്മളെ ഹേർട്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരു വാചകം പറഞ്ഞതുകൊണ്ട് നമുക്ക് അത്തരത്തിലുള്ള തോട്ട്സ് കൂടുതലായിട്ടുണ്ടാവുന്നു, അത്തരത്തിലുള്ള ഇമോഷൻസ് കൂടുതൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നു, നമ്മളുടെ എനർജി ഡൗൺ ആവുന്നു. അതിനെ റിലേറ്റ് ചെയ്ത് കുറെ അധികം ദിവസം നമ്മളുടെ എനർജി തന്നെ ഡൗൺ ആയിരിക്കുന്നു, നമ്മളുടെ ആക്ഷൻസിനെ അത് ബാധിക്കുന്നു, നമ്മളുടെ ഓരോ ദിവസത്തെ പ്രവൃത്തികളെ അത് മോശമായി ബാധിക്കുന്നു. സോ ഇത്രയധികം മാറ്റങ്ങൾ ഒരു വ്യക്തി നമ്മളെ നിരുത്സാഹപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു വാക്ക് പറഞ്ഞതുകൊണ്ട് സാധിച്ചെങ്കിൽ പോസിറ്റീവായിട്ടുള്ള നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന വാക്കുകൾ പറയുകയാണെങ്കിൽ ഇതിനനുസരിച്ചുള്ള മാറ്റം നമ്മളുണ്ടാവും. നമ്മളുടെ ചിന്തകൾ പോസിറ്റീവായിരിക്കും, നമ്മളുടെ ആക്ഷൻസ് മീനിങ് ഫുൾ ആയിരിക്കും, നമ്മളുടെ എനർജി അപ്പായിരിക്കും. എവറി ഡേ നമ്മൾ ആ രീതിയിൽ ഹൈ എനർജറ്റിക് ആയിട്ടായിരിക്കും മുന്നോട്ടേക്ക് പോവുക.